ഞങ്ങൾ കല്ലടത്തൂർ ചിന്മയ വിദ്യാലയത്തിൽ നിന്നാണ് വരുന്നത്. ഇത് ദർശിക, ഞാൻ ഗീത ടീച്ചർ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പങ്കെടുക്കുന്നത്. അതിൻ്റെ മുന്നേ നമ്മൾ കൊറോണ സമയത്ത് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണ് എന്നുള്ള പരിപാടിയിൽ ഗീത ചൊല്ലി വ്യാഖ്യാനിക്കുന്നതിൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നൊരു കുട്ടി പങ്കെടുത്തിരുന്നു. പക്ഷേ ഇത്തരമൊരു പ്ലാറ്റ്ഫോം ആദ്യമായിട്ടാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. 14 കുട്ടികളാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് പങ്കെടുത്തത്. 2 റൗണ്ടുകളിലാണ് ഞങ്ങൾ പങ്കെടുത്തത്. 3ാമത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ കുറച്ച് ബാക്കിലായിരുന്നു. അതുകൊണ്ട് 2 റൗണ്ട് മാത്രമേ ഉണ്ടായുള്ളൂ. കഥാപ്രസംഗം, സ്കിറ്റ്, ഈ 2 മേഖലകളിലും വളരെ പ്രശംസ പിടിച്ചു പറ്റാൻ സാധിച്ചിരുന്നു. പിന്നെ ദംഷറാഡ്സ്, ക്യുസ്, ഡിബേറ്റ് എല്ലാത്തിലും കുട്ടികൾ വളരെ നന്നായി തന്നെ അവരുടെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ശ്രേഷ്ഠ ഭാരതം പ്രോഗ്രാമിലെ നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം ഏതായിരുന്നു എന്ന് പറയാം? മികച്ച പ്രകടനം എന്ന് പറയുമ്പോൾ കഥാപ്രസംഗം, നമ്മുടെ വിശ്വാമിത്രൻ്റെ യാഗരക്ഷ എന്ന രാമായണത്തിലെ ബാലകാണ്ഡത്തെ അടിസ്ഥാനമാക്കി കഥാപ്രസംഗം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കഥാപ്രസംഗം അവതരിപ്പിച്ച ആര്യ വളരെ മനോഹരമായി, പാട്ട് പോലും പഠിക്കാത്ത കുട്ടിയാണ്, പക്ഷേ വളരെ മനോഹരമായി ജഡ്ജസൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ജന്മസിദ്ധമായ കഴിവാണ് ആര്യയ്ക്കുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. വളരെ മനോഹരമായിട്ട് ആ കഥാപ്രസംഗം അവതരിപ്പിക്കുകയും അതിന് വിധികർത്താക്കൾ വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. ഞങ്ങളുടെ സ്കൂളെന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശത്തുള്ള സ്കൂളാണ്. അധികമൊന്നും അറിയപ്പെടാത്തൊരു സ്ഥലമാണ്. പക്ഷേ ഈ ശ്രേഷ്ഠ ഭാരതത്തിൽ പങ്കെടുത്തതിന് ശേഷം, നമ്മളിത് മീഡിയയിലൊക്കെ വന്നതിന് ശേഷം പേരൻസൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. വളരെ നന്നായി ചെയ്യാൻ പറ്റി. പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടായിരുന്നു ഞങ്ങൾ കഥാപ്രസംഗമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ നന്നായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ നമുക്ക് അഡ്മിഷൻ്റെ ഒരു കാര്യത്തിൽ കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ ശ്രേഷ്ഠ ഭാരതത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അതിന് നേതൃത്വം വഹിച്ച ഞാനും പിന്നെ മറ്റൊരു ജിനേഷ് എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. 2 പേരെയും സ്കൂൾ വിളിച്ച് ആനുവൽ ഡേക്ക് ആദരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു.